Hi friends, welcome back. So let's continue from where we stopped last week. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഷുഡ് മസ്റ്റ് ഹാവ് ടു എന്ന ത്രിമൂർത്തികളെ കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് നമ്മൾ ചെയ്തത്. നിരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു കറക്റ്റ് ഒരു പിക്ചറാണത്. ഇത് മൂന്നും ഏകദേശം ഒരുപോലെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. But we came to know that they have got separate meaning in the sense that they can have different uses. അവർ പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾക്കനുസരിച്ച്, അർത്ഥതലങ്ങൾക്കനുസരിച്ച് അവ അല്പസ്വല്പം വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മുടെ സംഭാഷണ ഭാഷയിലും എഴുത്ത് ഭാഷയിലും ഉപയോഗിക്കാവുന്നതാണ്. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മോണോ സ്പീക്കറിൽ നിന്നും സ്റ്റീരിയോയിലേക്കും 5+1 7+1 ഒക്കെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയെ അങ്ങ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും. ആക്ച്വലി ഈ ഒരു ഇതൊരു കഥയിലൂടെയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ആക്ച്വലി ഈ 3 പേർ മാത്രമല്ല, അതിന്റെ ഒപ്പം ഏകദേശം അതിനോട് സമാനമായ രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രയോഗം കൂടിയുണ്ട്. നമ്മൾ ഹാവ് ടു പഠിച്ചില്ലേ? ഹാവ് ടുവിനെ പോലെ തന്നെ ആളുടെ ഒരു റിലേറ്റീവ് ആയിട്ട് വരും ought to. ഈ രണ്ടും ടു വെച്ച് പറയുന്നതാണ്. ഈ ought to പറയുമ്പോൾ അതിന്റെ ഉച്ചാരണം ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ought to എന്ന് പറയും, ഈ ഡബ്ലിംഗ് ചെയ്യും ശബ്ദങ്ങൾ. ഇത്തരത്തിലുള്ള ഒരുപോലെയുള്ള രണ്ട് ശബ്ദങ്ങൾ മേർജ് ചെയ്ത് പോകും, ഒന്നായി പോകും. ഇപ്പൊ ought to എന്ന് പറയാൻ പാടില്ല, യു ought to, ഐ ought to, ഐ ഹാവ് ടു. ഹാവ് ടു പിന്നെ പ്രോബ്ലം ഇല്ല, വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. So without wasting any time, let's dive into the story of these Trimurtis of English language. ഇനിയിപ്പോ ത്രിമൂർത്തീസ് എന്ന് പറയാൻ പറ്റില്ല, ചതുർമുഖന്മാരെ കുറിച്ച് പറയേണ്ടി വരും. കാരണം 4 മുഖങ്ങളായില്ല ഇപ്പോൾ. ought to അടക്കം they have become 4. They have become a foursome. ഒരു 4 സംഘമായി മാറി. Okay, so the story takes place in a remote village in Kerala. അതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന ഒരു ഹർത്താലിന്റെ കഥയാണ്. ദാറ്റ് മീൻസ് ഒരു പലചരക്ക് കടക്കാരന്റെ കഥ, ഹർത്താലിന്റെയും. ഇതാണ് ആക്ച്വലി സിനിമയുടെ കഥയുടെ പേര്. നമ്മളൊരു സിനിമ പിടിക്കാൻ പോവാണ് ഈ 4 പേരെ വെച്ചിട്ട്. ഇപ്പൊ പറഞ്ഞു നമ്മളിപ്പോ മറ്റേ സിനിമക്കാരൊക്കെ പറയണ മാതിരി ഇങ്ങനെയൊക്കെ പിടിച്ചു, അങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയണ ഒരു ലൊക്കേഷൻ, ഒരു കവലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയ. ഈ കവലയിൽ അതാ കാണുന്ന ഒരു ചെറിയൊരു പലചരക്ക് കട. ആ ഭാഗത്തുള്ള സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ആളുകളും അവരുടെ നിത്യോപയോഗ ജീവിതത്തിന് വേണ്ട പാല്, മറ്റ് പച്ചക്കറി, പഴം ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് ഈ ചെറിയ കടയിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സെന്റർ അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ ജനജീവിതം പൊതുവെ ഒരല്പം സ്തംഭിച്ചു പോകും, ആ ഒരു ചെറിയ കട അവിടെ ഇല്ലെങ്കിൽ. ആൻഡ് ലൈക്ക് എ ബോൾഡ് ഫ്രം ദ സ്കൈ, ഒരു ദിവസം ഒരു പ്രഖ്യാപനം വരാണ്, ടുമോറോ ഈസ് ഹർത്താൽ. എല്ലാ പ്രതീക്ഷകളും പോയി കടക്കാരന്റെ. കാരണം ഒരു ഹർത്താൽ വന്നാൽ അവന്റെ 100 കണക്കിനോ 1000 രൂപ വിലയുള്ള സാധനങ്ങളാണ് ചീഞ്ഞടിഞ്ഞ് നശിച്ചു പോകുന്നത്. അവനത് സഹിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. ദാറ്റ് വിൽ ഈറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ്. അത് അവന്റെ സമ്പാദ്യത്തെയും അവന്റെ മുതലിനെയും ഒക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഈ ഒരു ഹർത്താൽ വാർത്ത പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ദേ ബിക്കേം പാനിക്. അവരാകെ പാനിക് ആവാൻ തുടങ്ങി. കാരണം എല്ലാ ആളുകൾക്കും ഈ ഹർത്താൽ വാർത്ത മനസ്സിലാക്കിയിട്ട് ഓടി വന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കണമെന്നില്ല. അപ്പോ ഈവനിങ് ആയപ്പോ ജോലി കഴിഞ്ഞും മറ്റും വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് എല്ലാ ആളുകളും ഈ കടക്കാരനെ കാണുമ്പോൾ പറയാണ്, ടുമോറോ ഇസ് ഹർത്താൽ ബട്ട് യു ഷുഡ് ഓപ്പൺ ദ ഷോപ്പ്. നിങ്ങൾ കട തുറന്നിരിക്കണം കേട്ടോ, കാരണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ യു ഷുഡ് ഓപ്പൺ ദ ഷോപ്പ് എന്നാണ് ഈ നാട്ടുകാർ ഈ കടക്കാരന്റെ മുഖത്ത് നോക്കി പറയുന്നത്. കാരണം അവന്റെ ഒരു കർത്തവ്യമാണ്, കടമയാണത് തുറന്നു വെക്കുക എന്നുള്ളത്. നാട്ടുകാരോടുള്ള അവന്റെ കടമയാണ്, കർത്തവ്യമാണ്. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാരണം ഇവരുടെ ആവശ്യമാണ് അതിന്റെ പുറകിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ടു റിമൈൻഡ് ഹിം ഓഫ് ഹിസ് ഡ്യൂട്ടി. ദ ബൈപാസേഴ്സ്, അതിലൂടെ കടന്നു പോകുന്നവരൊക്കെ പറയണം, യു ഷുഡ് ഓപ്പൺ ദ ഷോപ്പ്, നിങ്ങൾ കട തുറന്നിരിക്കണം. ആൻഡ് യു ഷുഡ് സെൽ ദ പ്രൊഡക്ട്സ്, സാധനങ്ങളൊക്കെ വിൽക്കണം, തുറക്കണം. കാരണം ഇവിടെ അർത്ഥം നം എന്നൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ അതിന്റെ ആശയതലം നമുക്ക് മനസ്സിലായി. ഡ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഡ് ഡു പറയുന്നത്. യു ഷുഡ് ഓപ്പൺ ദ ഷോപ്പ്, യു ഷുഡ് കീപ് ഇറ്റ് ഓപ്പൺ, അത് തുറന്നു വെച്ചിരിക്കണം, ഷുഡ് ഡു. ഓക്കെ, അപ്പൊ ഷുഡ് ഡു എന്ന ആ ഒരു പ്രയോഗം നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്തവ്യബോധം, കടമ കാണിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അല്ലേ? ഇത് നാട്ടുകാർ പറയുന്നത് കടക്കാരന്റെ അടുത്ത് നോക്കിയിട്ട്. ഇനി കടക്കാരൻ തിരിച്ച് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു ദിവസം തുറന്നില്ലെങ്കിണ്ടല്ല എന്റെ ചങ്കാണ് തകർന്നു പോകുന്നത്, എനിക്ക് തുറന്നേ പറ്റൂ, ഐ മസ്റ്റ് ഓപ്പൺ ദ ഷോപ്പ്. കണ്ട, പറ്റൂ, സംഗതി അർത്ഥം ശരിയാണ്, പക്ഷെ അതിന്റെ ആശയം എന്താണ്? എന്റെ അത്യാവശ്യമാണ്, ഇത് തുറന്നിരിക്കണ്ടല്ല, എനിക്കാണ് പോകുന്നത്, ഇത് എന്റെ കൈയാണ് പൊള്ളുന്നത്, എനിക്കാണ് നഷ്ടം. സോ സ്വന്തം ആവശ്യം, ഇറ്റ് ടച്ചസ് ദ വെരി കോർ ഓഫ് അവർ ഹാർട്ട്, അവർ എക്സിസ്റ്റൻസ്. നമ്മളെ അങ്ങ് ഒലച്ച് കളയുന്ന ഒരു സംഭവം ആകുമ്പോഴാണ് നമ്മൾ പറയണേ മസ്റ്റ്, എനിക്ക് തുറന്നേ പറ്റൂ.
അപ്പൊ ഷുഡ് പറയുമ്പോൾ നമ്മളൊരു ഡ്യൂട്ടി സെൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ പഠിക്കണുണ്ടോ, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. സ്റ്റുഡൻസിനെ നോക്കിയിട്ട് പറയും നിങ്ങൾ പഠിക്കണം, യു ഷുഡ് സ്റ്റഡി എന്ന്. അപ്പൊ നമ്മുടെ അത്യാവശ്യം ഈ കടക്കാരന് തുറക്കേണ്ടത് അവന്റെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അവന്റെ മുതലാണ് നശിച്ചു പോകുന്നത്. അത് മറ്റാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അവനെ പോലെ. അപ്പൊ അവൻ എന്ത് പറയും, ഐ മസ്റ്റ് കീപ് ഇറ്റ് ഓപ്പൺ, ഐ മസ്റ്റ് ഓപ്പൺ ദ ഷോപ്പ്, ഓർ ഐ ഹാവ് ടു സഫർ ദ കോൺസിക്വൻസസ്. അതിന്റെ അനന്തരഫലങ്ങൾ എനിക്കാണ് അനുഭവിക്കേണ്ടി വരിക, ഞാനും എന്റെ കുടുംബവും എനിക്ക് പോകും, മറ്റാർക്കും എന്ത് നഷ്ടം. സോ ഐ മസ്റ്റ് ഓപ്പൺ ഇറ്റ്, ഞാനിത് തുറന്നേ പറ്റൂ, പറ്റൂ. കണ്ടില്ലേ, സ്വന്തം അത്യാവശ്യം, നമ്മുടെ ഉള്ളുലയ്ക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മസ്റ്റ് പറയും. ഓക്കെ അല്ലേ? എങ്കിൽ ഹാവ് ടു ആർക്കാണ് പറയാനുള്ളത്? ഇപ്പൊ ഷുഡ് മസ്റ്റിന്റെയും ആ പൊസിഷനിങ് നമുക്ക് മനസ്സിലായി. ദെൻ വേ കംസ് ഹാവ് ടു. ഈ ഷോപ്പില് ഒരു വേലക്കാരനുണ്ട്. നാളെ ഹർത്താലാണ് എന്നുള്ള ആ ഒരു വിശേഷം, ആ ഒരു ന്യൂസ് പൊട്ടിപ്പുറപ്പെട്ട ആ നിമിഷം മുതൽ അവൻ മനസ്സിൽ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഓ, ടുമോറോ വിൽ ബി ഹോളിഡേ, സോ I can enjoy a lot of movies on TV and spend a lot of time, I can chill out with my friends. അങ്ങനെ അവൻ കുറച്ചിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുതലാളി പറയുന്നത്, ഐ മസ്റ്റ് ഓപ്പൺ ദ ഷോപ്പ്, എനിക്ക് തുറന്നേ പറ്റൂ, എന്ത് വന്നാലും ഞാൻ തുറന്നിരിക്കും. ഐ വിൽ, തിരുവില്ലത്തരം, അതാണ് വില്ല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ വിൽ ഓപ്പൺ ദ ഷോപ്പ്, നത്തിങ് ഡൂയിങ്, ഒരു ചുക്കൂല്, ഞാൻ തുറന്നിരിക്കും. ഐ വിൽ ഓപ്പൺ, വേറെ മാർഗമില്ല, എനിക്ക് തുറന്നേ പറ്റൂ, ഐ മസ്റ്റ് ഓപ്പൺ. ഇത് കേട്ടപ്പോൾ പണിക്കാരനാകുന്ന ഡെസ്പായി. കാരണം ഒരു ദിവസം ഓഫ് കിട്ടും, സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ സ്വയം പറഞ്ഞു ഇരിക്കാമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് മുതലാളിയുടെ ഈ പ്രഖ്യാപനം. അപ്പൊ അവൻ പറയുന്നു, ഷോ, ഈ മുതലാളി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ? ഇങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ നാളെ വരേണ്ടി വരും. കാരണം അത് ഇവന്റെ ഇഷ്ടമല്ല, ഇവന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇവൻ പറയുന്നതല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇവന് വരേണ്ടി വരികയാണ്. അതാണ്. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യില്ലേ, അപ്പൊ പറയും, അയ്യോ ഇനിയിപ്പോ നാളെ എനിക്ക് വരേണ്ടതുണ്ട്, നാളെ വന്നേ പറ്റൂ. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഹാവ് ടു എന്നും, സ്വന്തം ഇന്റേണൽ നെസസിറ്റി കൊണ്ട് പറയുമ്പോൾ മസ്റ്റ് പറയും. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു തരം ഡ്യൂട്ടിയെ കാണിക്കുന്ന കടമയാണ്. മസ്റ്റും ഹാഫ്റ്റും ഇതുപോലത്തെയാണ്, ഒരു തരം കമ്പൽഷനാണ്. ഇന്നർ കമ്പൽഷൻ മസ്റ്റ്, ഔട്ടർ കമ്പൽഷൻ ഹാവ് ടു. ഓക്കെ അല്ലേ? ഇപ്പൊ 3 പേരും പിടികിട്ടില്ലേ? എങ്കിൽ ഈ ഓ2 എവിടെ വരുന്നു? അതിന് നമുക്ക് ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ദ സ്റ്റോറി എ ലിറ്റിൽ മോർ. കുറച്ചുകൂടി അങ്ങ് നീണ്ടു കഴിഞ്ഞാൽ ഈ ഓ2വിന്റെ പൊസിഷൻ, അവന്റെ ആശയം എന്താണെന്ന് അത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവർ തീരുമാനത്തിലെത്തി, എന്ത്, നാളെ എന്തായാലും തുറക്കുമെന്നുള്ള ഒരു വാശിയിലാണ് ഉടമസ്ഥൻ. ഇനിയിപ്പോ വന്നേ പറ്റൂ, വരേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് അല്പം ദുഃഖത്തില് വേലക്കാരനും ഇരിക്കുന്നു. ഈ വാർത്തയൊക്കെ കേട്ടിട്ട് വേലക്കാരൻ അവന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് ഈ വിവരം പറയണം, എടീ നാളെ ഹർത്താലാണ്, പക്ഷെ കാര്യമില്ല, നാളെ പോയേ പറ്റൂ, കാരണം മുതലാളി കട തുറക്കണു, ആൾക്കാരും എല്ലാവരും കട തുറക്കണം എന്ന് പറയാം, എന്ത് ചെയ്യാം, പോയേ പറ്റും. എല്ലാവരും കൂടി ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് ഇവൻ പറയണു, സോ ഐ ഹാവ് ടു ഗോ ടുമോറോ, ഐ ഹാവ് ടു open the shop, I have to sell the products, so I have to get up early tomorrow. Okay, I have to. കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്. ഇത് കേട്ടപ്പോൾ അല്പം സാത്വിക ഗുണമുള്ള ആ സ്ത്രീ, അല്പം ധാർമ്മികതയുള്ള ആ സ്ത്രീ, കാരണം ഇത് പറയാൻ കാരണം ഇവർക്ക് അങ്ങേയറ്റത്തെ കടബാധ്യത വന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയത്ത് സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ലോൺ അടച്ചിട്ട് മറ്റു കാര്യങ്ങളും ചെയ്തിട്ടും സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ബോസ്, ആ മുതലാളി. ഇങ്ങനെ ഒരു ഹർത്താൽ വന്ന് അയാളുടെ മുതൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ, നമ്മുടെ ധാർമ്മികമായ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതറിയുന്ന ആ സ്ത്രീ, അല്പം കുലീനയായിട്ടുള്ള ആ സ്ത്രീ ഈ ഹസ്ബൻഡിനെ ഉപദേശിക്കണം, അത് നമുക്ക് അങ്ങനെ ചുമ്മാ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ആ മനുഷ്യനായിട്ട്. യു ought to go tomorrow, you ought to open the shop, നിങ്ങൾ പോകേണ്ടതാണ് കേട്ടോ. കണ്ട, അപ്പൊ ഈ ought to പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഹാവ് ടു ആണെങ്കിൽ ഏണ്ടതുണ്ട്, ought to ഏണ്ടതാണ്. അതാണ് അതിന്റെ ഒരു മര്യാദ, അതൊരു ധാർമ്മികത കാണിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഭാര്യയ്ക്ക് അത്തരത്തിലുള്ളൊരു സാത്വിക ഗുണമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇവൾ ഈ ഭർത്താവിനെ ഉപദേശിച്ചു കൊടുക്കണം. Tomorrow you ought to go, you ought to open the shop and you ought to help your boss because he is such a gem of a man. നമ്മൾ തകർന്നു കിടക്കുന്ന സമയത്ത് നമ്മൾ സഹായിക്കാൻ മറ്റാരും വന്നിരുന്നില്ല, ഈ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. So we should be grateful to him. So at any cost, nothing doing, you ought to go tomorrow. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവള് അവന് ശരിക്കും അവനൊരൽപ്പം ഒരു ഗീതോപദേശം കൊടുക്കുന്ന മാതിരി അവന് കറക്റ്റ് ബോധം ഉപദേശിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ കഥ അവിടെ തീരുകയാണ്. അങ്ങനെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ, ആ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ സിനിമയിൽ പറയുന്ന മാതിരി ആ കഥ അവിടെ നമുക്ക് തീർക്കാം.
അപ്പൊ ഈ കവലയിൽ നടക്കുന്ന ഈ ഒരു ചെറിയ കഥയില് ഇംഗ്ലീഷ് ഭാഷയുടെ ഈ ചതുർമുഖന്മാരെ ഈ 4 മുഖങ്ങള് നമുക്ക് വളരെ വ്യക്തമായിട്ട് പിടികിട്ടി. ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, ഓട്ട് ടു. ഈ കവലയിൽ കിടന്ന് ചട്ടമ്പിത്തരം കളിച്ച് നടന്നിരുന്ന ഈ 4 സംഘത്തെയും നമ്മൾ കൈയോടെ പിടികൂടി. അവരുടെ സകല ഡീറ്റെയിൽസ് നമ്മൾ കൈക്കലാക്കി. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യൂട്ടി, കടമ, കർത്തവ്യം. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടെ നെഞ്ചത്ത് കൈവച്ചോളണം. എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചത്ത് കൈവയ്ക്കുന്ന മാതിരി മസ്റ്റ്, നമ്മുടെ ഉള്ളൊലിക്കുന്ന സംഭവങ്ങൾ, നമുക്ക് ഫീൽ ചെയ്യുന്ന സംഗതി വരുമ്പോൾ നമ്മൾ മസ്റ്റ് പറയും. അപ്പോൾ ഹാവ് ടു എന്ന് പറഞ്ഞാലോ അത് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ട്, നമ്മുടെ സ്വന്തം സമ്മർദ്ദമല്ല, ആവശ്യമല്ല, മറ്റുള്ളവരിങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെ? ചില ആൾക്കാർ പറയും, ഓ ഇങ്ങനെ വല്ലാതെ നിർബന്ധിക്കല്ലേ. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ പോയിട്ട് ചിലപ്പോൾ ഒരു പാട്ട് പാടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. അങ്ങനെ എക്സ്റ്റേണൽ പ്രഷർ വരുമ്പോൾ ചെയ്യില്ലേ. അപ്പൊ പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടി, എനിക്ക് പാടേണ്ടി വന്നു, ഐ ഹാഡ് ടു സിങ്. കണ്ട, ഐ ഹാഡ് ടു, ഇന്നലെ പാസ്റ്റ് ടൈപ്പ് അത് ഹാഡ് ടു ആയി. കാരണം എല്ലാവരും കമ്പൽ ചെയ്തു തന്നെ. അങ്ങനെ ആ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ട് ഞാൻ പാടിപ്പോയതാണ്. ഐ ഹാഡ് ടു സിങ്, നോ അതർ വേ. എവറിബഡി വാസ് കമ്പലിങ് മീ, സോ ഐ ഹാഡ് ടു സിങ്. എനിക്ക് ചെയ്യേണ്ടത്. ഈ ഹാഡ് ടുവിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ഡയലോഗ് ബൽറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലാണെന്ന് തോന്നുന്നു. ക്യാപ്റ്റൻ രാജുവിനെ മമ്മൂട്ടി വെടിവെച്ച് കൊല്ലുന്ന ഒരു രംഗമുണ്ട്. ഹിസ് ഓൺ പീപ്പിൾ, അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ അങ്ങനെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. എന്തോ ഒരു അടിച്ചു കൊല്ലുന്ന ഒരു രംഗം കണ്ടപ്പോ മമ്മൂട്ടിക്ക് അത് സഹിച്ചു നിൽക്കാൻ പറ്റണ്ടേ. ഇപ്പൊ മമ്മൂട്ടി അവനെ വെടിവെച്ച് കൊല്ലാണ്. എന്നിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു, കാരണം അവനങ്ങനെ പട്ടിയെ പോലെ തല്ലുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഐ ഹാഡ് ടു കിൽ ഹിം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഐ ഹാഡ് ടു കിൽ ഹിം. കാരണം ആ സാഹചര്യങ്ങൾ എന്നെ അതുപോലെ തന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഓക്കെ, ഇതല്ല സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യനെയും തച്ചു കൊന്നിട്ടുള്ള ഒരുത്തനെയാണ് അവിടെ കാണുന്നുണ്ടെങ്കിലും അത് അവന്റെ ആവശ്യമാണ്. ഐ മസ്റ്റ് കിൽ ഹിം. ഈ മസ്റ്റിന്റെയും ഫസ്റ്റ് ഹാഡ് ടു തന്നെയാണ്, അത് മനസ്സിലാക്കുക. ആവശ്യം പറയുന്ന സമയത്ത് ഹാവ് ടും മസ്റ്റും ഇങ്ങനെ ഇന്നർ ആൻഡ് ഔട്ടർ പ്രഷറും സൂചിപ്പിക്കും. പക്ഷെ മസ്റ്റിനെ പാസ്റ്റാക്കി പറയുമ്പോഴും മസ്റ്റിന് വേറെ പാസ്റ്റില്ല, ഈ ഹാഡ് ടു തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഹാവ് ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഓട്ട് ടു എന്ന ഈ 4ാമന്റെ ചിത്രവും മനസ്സിലാക്കി. ക്ലിയർ അല്ലേ? ഏത് ഒരു ധാർമ്മികതയുടെ ഒരു എലമെന്റ് ഉണ്ട് ഈ ഓട്ട് ടുവില്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓട്ട് ടു പഠിക്കുമ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള ഏറ്റവും ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? വി ഓട്ട് ടു ലുക്ക് ആഫ്റ്റർ അവർ പാരന്റ്സ്, അല്ലെ? പശു പാല് തരുന്നു, പശു പുല്ല് തിന്നുന്നു എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. കാരണം അതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉപയോഗം. അതുപോലെ ഓട്ട് ടുവിന്റെ ആ പ്രാഥമികമായിട്ടുള്ള സെൻസിനെ, ആ അർത്ഥത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് വി ഓട്ട് ടു ലുക്ക് ആഫ്റ്റർ അവർ പാരന്റ്സ് ഓർ വി ഓട്ട് ടു ലുക്ക് ആഫ്റ്റർ ദ ഏജ്ഡ്. We ought to help the others. We ought to help others. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടതാണ്, അവർ നോക്കേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ്, ഏണ്ടതാണ്. കാരണം അതാണ് അതിന്റെ ഒരു ശൈലി, അതാണ് അതിന്റെ ഒരു രീതി, അതാണ് അതിന്റെ ഒരു മര്യാദ. അതാണ് ഈ ഓട്ട്. ഇപ്പോൾ ഈ 4 സംഘത്തിന്റെയും ഏകദേശം ആ ഒരു പിക്ചർ പിടികിട്ടില്ലേ? എങ്കിൽ ഇനി മറ്റൊരു ആരംഭിക്കും, ഒരു അനദർ ട്വിസ്റ്റുകൾ തീരുന്നില്ല, കഥ ഇനിയും തുടരുകയാണ്. ഈ സ്ട്രക്ചറുകൾക്കൊക്കെ പകരമായിട്ട് ഒരു സൂപ്പർ സ്ട്രക്ചർ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലോ അതെങ്ങനെ ഇരിക്കും? നമ്മളിപ്പോ 5+1 7+1 സിസ്റ്റംസ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരൊറ്റ സൗണ്ട് ബോക്സ്, ഒരൊറ്റ സൗണ്ട് ബാറുമേ ഒരു ബോക്സുമേ അതിന്റെ ഇരട്ടി ഇഫക്റ്റ് കിട്ടുന്ന ഒരു സാധനം കിട്ടുകയാണെങ്കിലോ, ഓ മൈ ഗോഡ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് അട്രാക്റ്റീവ് ഐഡിയ. ഒരു കമ്പലിംഗ് കോൺസെപ്റ്റ് ആണത്. നമുക്ക് ഒരുപാട് സ്പേസ് വേണ്ട, പല സ്ഥലങ്ങളിൽ വെക്കേണ്ട ഒരുപാട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് വയറിംഗിലും ഒന്നുമില്ല. ജസ്റ്റ് വൺ ബോക്സ് that contains everything, even much more than this 11+1 system. അങ്ങനെ പലതിനേക്കാളും അധികമുള്ളൊരു ഒരു സംഭവം, അതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി. നമ്മൾ ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, ഓട്ട് ടു ഇതൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഒരൊറ്റ ഗംഭീരമായിട്ടുള്ള ഒരു കിഡിലൻ സ്ട്രക്ചർ പറഞ്ഞാൽ യുവർ റേഞ്ച് സ്റ്റിൽ ഗോസ് ഫർദർ അപ്പ്. വീണ്ടും മുകളിലേക്ക് പോകും. നമ്മൾ IELTS പോലുള്ള എക്സാമിനേഷനൊക്കെ നിങ്ങളുടെ റേഞ്ച് എന്തോരം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് സീലിംഗ് വെക്കവര്. അതായത് നിങ്ങൾ എത്ര സ്ട്രക്ചറലി നിങ്ങൾ എത്ര ഇംപ്രൂവ്ഡ് ആണ്, എത്ര ഹയർ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാ അവർക്ക് അറിയാൻ പറ്റുക? നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഇത്തരത്തിലുള്ള സൂപ്പർ സ്ട്രക്ചേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നാണ് അവർ നോക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ സ്ട്രക്ചർ ഇതിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുണ്ട്. ദാറ്റ് വി വിൽ ഡീൽ വിത്ത് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓൾറൈറ്റ്, till then, bye bye, take care.